നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് ഇനി സ്ഥാനാർത്ഥികളുടെ മുന്നിലുള്ളത് ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ, വർക്കിംഗ് ഡേ. നാളെ 11 മണി മുതൽ 3 മണി വരെയാണ് പത്രികാ സമർപ്പണത്തിന് സമയമുള്ളത്. 15 മിനിറ്റാണ് ഒരു പത്രിക സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടത്. സമയമില്ലാത്തതുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയം വൈകിയതിൽ പ്രതിസന്ധി നേരിടുന്ന പാർട്ടികൾ ഈ വേഗത്തിനൊപ്പം ഓടിയെത്തുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും പരിശോധിക്കുന്നത്. റിനു ശ്രീധർ സമയത്തിൻ്റെ പരിധിയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരം നിന്ന്. റിനു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പൊതു അവധി ദിവസമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം തന്നെ പ്രാർത്ഥനാ ദിവസമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിമാർ ഇന്ന് ക്രൈസ്തവ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് പൊതു അവധി ആയതിനാൽ നാളെ ഒരു ദിവസം കൂടിയാണ് ഈ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം. അതിനുശേഷം 24-ാം തീയതി സൂക്ഷ്മ പരിശോധന നടത്തും. 26-ാം തീയതിക്ക് മുൻപായി പത്രിക പിൻവലിക്കുന്നതിനുള്ള ആ ദിവസവും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ പ്രക്രിയകൾക്ക് ഉള്ളത്. അത് ആദ്യ ദിവസങ്ങളിൽ പ്രതിപക്ഷമടക്കം വലിയ ആക്ഷേപവുമായി വിവിധ മുന്നണികളും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ വൈകിയ മുന്നണികളുണ്ട്. അവർ ഈ ഓട്ടത്തിനൊപ്പം എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടിക നൽകുന്നതിനുള്ള ആ ഒരു തിരക്കിലാണ്, അവസാനവട്ട ഒരുക്കത്തിലാണ്. നാളെ രാവിലെ 11 മണി മുതൽ 3 മണി വരെയാണ് പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി സമയം നൽകിയിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് 15 മിനിറ്റ്. പക്ഷേ ആ സമയം ക്രമം പാലിക്കുവാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും സംശയം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പറയുന്നത് ഓരോ ജില്ലകളിലും വിവിധ സ്ഥാനാർത്ഥിമാർ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലാണ് അവർക്ക് ഈ ഒരു സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകുവാൻ വേണ്ടി സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥിമാർ പത്രിക നൽകാൻ ഇനിയും അവശേഷിക്കുകയാണ്. കോഴിക്കോട് AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ PV അൻവർ, കണ്ണൂരിൽ TO മോഹനൻ, B കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, വയനാട് T സിദ്ദീഖ്, കാസർഗോഡ് ഷാനവാസ് പാദൂർ, MK അഷ്റഫ്, കല്ലട മാഹീൻ ഹാജി, സന്ദീപ് വാര്യർ, അതുപോലെ തന്നെ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ, വേങ്ങര KM ഷാജി, താനൂർ PK നവാസ്, തൊടുപുഴ അപ്പു ജോസഫ്, കോട്ടയം UDFന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ പാലായിൽ ജോസ് കെ മാണി, തൃക്കാക്കര ഉമാ തോമസ് എന്നിവർ നാളെയാണ് ഈ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി സമയം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഓടിയെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.